ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിന്റെ വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗഭാഗ്യപരം തറവാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തു വരാൻ പോവുകയാണ്. ഇത്രയും കാലം താൻ തെരഞ്ഞ സത്യങ്ങൾ തന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് ഭൂമി തിരിച്ചറിയുന്ന കാഴ്ചയാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാതെ ഭൂമിച്ച തരിച്ചു നിൽക്കുമ്പോൾ കഥ പുതിയൊരു ട്വിസ്റ്റിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ചതികൾക്കെല്ലാം പിന്നിൽ ആരാണെന്നും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും നമുക്ക് ഈ റിവ്യൂയിലൂടെ കാണാം. അങ്ങനെ അച്യുതന്റെയും അംബികയുടെയും വളർത്തുമകളാണ് താനെന്ന് ഞെട്ടിക്കുന്ന സത്യം വൈകാതെ തന്നെ ഭൂമി തിരിച്ചറിയുകയാണ്. തിരിച്ചറിയുന്ന ഭൂമിക്കത് താങ്ങാൻ കഴിയുന്നില്ല. നെഞ്ചുപൊട്ടി കരയുകയാണ് ചെയ്യുന്നത്. തനിക്ക് തന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു, അമ്മയെ രക്ഷിക്കാനും കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് വീട്ടിൽ തനിച്ചിരുന്ന അവൾ പഴയ ഓർമ്മകളെല്ലാം ഒന്നൊന്നായി ഓർത്തെടുത്തു. അതിനുശേഷം അമ്മയെ രക്ഷിക്കാനുള്ള 25 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അജയുമായിട്ടുള്ള കോൺട്രാക്ട് മാരേജിന് സമ്മതിച്ചാണ് അവൾ ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയത്. ഭവാനിയും അഞ്ജനയും എതിർത്തെങ്കിലും സംഗീത രണ്ട് കൈയും നീട്ടി ഭൂമിജയും അജയെയും സ്വീകരിച്ചു. പതിയെ പതിയെ ആ വീടിന്റെ ഐശ്വര്യമായി മാറിയ ഭൂമിയെ സംഗീത മനസ്സുകൊണ്ട് സ്വന്തം മരുമകളായി തന്നെ അംഗീകരിച്ചു. എന്നാൽ നമ്മുടെ സത്യദാസനാകട്ടെ ഭൂമിയോട് അടങ്ങാത്ത ദേഷ്യമായിരുന്നു പ്രകടമായിരുന്നത്. സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ചയാളുടെ കണ്ണുകളിലെ വെറുപ്പ് ഭൂമിയിലും ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. അഞ്ജനയ്ക്ക് അജയിനെ നഷ്ടപ്പെട്ടതിലുള്ള പകയും ഭവാനിയുടെ സങ്കടവും കൊണ്ടാണ് സത്യദാസന് ഭൂമിജയോട് ആദ്യം വെറുപ്പ് തോന്നുന്നത്. ഒരു ദിവസം ഭൂമി സ്നേഹത്തോടെ നീട്ടിയ ചായ പോലും കുടിക്കാൻ കൂട്ടാക്കാതെ അയാൾ മുഖം തിരിച്ചു കളഞ്ഞു. സത്യദാസ് തന്നോട് കാണിക്കുന്ന ഈ അകൽച്ചയുടെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാതെ ഭൂമിയും ഉള്ളിൽ കരയുകയായിരുന്നു. ഏതായാലും സ്വന്തം മകളെ തിരിച്ചറിയാതെ സത്യദാസ് അകറ്റി നിർത്തുന്നത് കണ്ട് ഭവാനി മനസ്സിൽ ദുഷ്ടലാക്കോടെ ചിരിച്ചു. ഭൂമി വിഷമിച്ചിരിക്കുന്നത് കണ്ട് അരികിലെത്തിയ സംഗീത സത്യദാസിന്റെ മനസ്സിൽ കളങ്കമില്ലെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നതൊക്കെയുണ്ട്. സത്യങ്ങളെല്ലാം ഒരിക്കൽ പുറത്തു വരുമ്പോൾ നിന്റെ ഈ സങ്കടങ്ങളെല്ലാം മാറുമെന്ന് സംഗീത അവൾക്ക് ആശ്വാസം നൽകി. തുടക്കത്തിലെല്ലാം അജയ് ഭൂമിജയെ വിവാഹം കഴിച്ച് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ആ വീട്ടിൽ വലിയ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. എങ്കിലും മുത്തശ്ശിക്ക് ഭൂമിജയെ ഇഷ്ടപ്പെടുകയും അവളെ ആ വീടിന്റെ മരുമകളായി സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരിക്കൽ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങളും അശാന്തികളും മാറി വീണ്ടും ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ മുത്തശ്ശി പരമ്പരാഗതമായ ഒരു കുടുംബ പൂജ നടത്താൻ തീരുമാനിക്കുകയാണ്. കുടുംബ പൂജയിൽ വീട്ടിലെ എല്ലാവരും പങ്കെടുക്കണമെന്നും അതിലുപരിയായി നവവധൂവരന്മാരായ അജയനെയും ഭൂമിയെയും കൊണ്ട് പ്രധാന പൂജകൾ ചെയ്യിക്കണമെന്നും മുത്തശ്ശി നിർബന്ധം പിടിച്ചു. ഈ കുടുംബ പൂജയിലൂടെ ഭൂമിയെ എല്ലാവരുടെയും മുന്നിൽ ആ വീടിന്റെ ഔദ്യോഗിക മരുമകളായി ഉയർത്തിക്കാട്ടാനും പരമ്പരാഗതമായ മാല കൈമാറി അവർക്ക് അർഹിച്ച സ്ഥാനം നൽകാനുമാണ് മുത്തശ്ശി ഈ പൂജ നിശ്ചയിച്ചത്. കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി ഭൂമി പ്രാർത്ഥിക്കുന്നത് കണ്ട് സന്തോഷം തോന്നിയ മുത്തശ്ശി അവളെ തന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. വരാനിരിക്കുന്ന വലിയ കുടുംബ പൂജയിൽ വെച്ച് പാരമ്പര്യമായി കൈമാറിപ്പോരുന്ന വിശേഷപ്പെട്ട ഒരു മാല ഭൂമിക്ക് നൽകാൻ പോവുകയാണെന്ന് മുത്തശ്ശി പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഈ സമയത്താണ് സംഗീത ഭൂമിജയോട് ആ മാലയുടെ വലിയൊരു രഹസ്യം പറയുന്നത്. പണ്ടെന്നോ നഷ്ടപ്പെട്ടു പോയ ഈ കുടുംബത്തിലെ അഭിരാമി എന്ന പെൺകുട്ടിയെ തിരിച്ചറിയാനുള്ള ഒരേ ഒരു അടയാളം ആ മാലയുടെ അപൂർവമായ ലോക്കറ്റ് ഡിസൈൻ മാത്രമാണെന്ന് സംഗീത പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ഈ വിവരമറിഞ്ഞ ഭൂമിജ നല്ലൊരു ഐഡിയ മുന്നോട്ട് വെക്കുകയാണ്. ആ മാലയുടെ പ്രത്യേക ഡിസൈൻ വെച്ച് പത്രത്തിലൊരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അഭിരാമിയെ എളുപ്പത്തിൽ കണ്ടെത്തിക്കൂടെ എന്ന് അവൾ ചോദിക്കുകയാണ്. എന്തായാലും അതിനെല്ലാം ശേഷം പൂജയിൽ പങ്കെടുക്കാൻ അജയ് ഭൂമിക്ക് മനോഹരമായൊരു സാരി സ്നേഹത്തോടെ സമ്മാനമായി നൽകുന്നുണ്ട്. എന്നാൽ ഭൂമിജയ്ക്ക് സന്തോഷവും അംഗീകാരവും കിട്ടുന്നത് സഹിക്കാൻ കഴിയാത്ത നമ്മുടെ ഭവാനിയും അഞ്ജനയും ചേർന്ന് ഭൂമിയുടെ ആ സാരിയുടെ ബ്ലൗസ് ആരും കാണാതെ കീറി നശിപ്പിക്കുന്നൊക്കെയുണ്ട്. സാരി ഇല്ലാതെ ഭൂമിജ പൂജയ്ക്ക് വരില്ലെന്നും അജയന്റെ മുന്നിൽ നാണം കെട്ട് നിൽക്കുമെന്നും കരുതി ഭവാനിയും അഞ്ജനയും സന്തോഷിച്ചെങ്കിലും ഭൂമിജ തളർന്നില്ല. വേലക്കാരിയിൽ നിന്ന് സൂചിയും നൂലും വാങ്ങി കൃത്യസമയത്ത് തന്നെ ആ ബ്ലൗസ് തുന്നി ശരിയാക്കി അതീവ സുന്ദരിയായി തന്നെ പൂജയ്ക്കായി ഇറങ്ങി വന്ന് അവളെല്ലാവരെയും ഞെട്ടിച്ചു. അങ്ങനെ പിന്നെ പൂജയുടെ അവസാന ഘട്ടത്തിൽ മുത്തശ്ശി ആ പാരമ്പര്യ മാല അടങ്ങിയ ബോക്സ് ഭൂമിക്ക് കൈമാറുകയാണ്. സന്തോഷത്തോടെ ആ പെട്ടി തുറന്ന ലോക്കറ്റിലേക്ക് നോക്കിയ ഭൂമി പക്ഷേ ആകെ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. കാരണം സൗഭാഗ്യപുരത്തെ പരമ്പരാഗത അടയാളമുള്ള അതേ ലോക്കറ്റ് തന്നെയാണ് തന്റെ വളർത്തച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ താൻ നേരത്തെ കണ്ടിരുന്നത്. അതോടെ ഈ കുടുംബം വർഷങ്ങളായി തിരയുന്ന യഥാർത്ഥ അഭിരാമി താൻ തന്നെയാണെന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഭൂമിജ സ്വയം തിരിച്ചറിയുകയാണ്. തന്റെ കയ്യിലുള്ള ലോക്കറ്റിന്റെ പുറകിലും സൗഭാഗ്യപുരത്തിന്റെ എസ് എന്ന ലെറ്റർ കണ്ട് താൻ തന്നെയാണ് ആ വീട്ടിലെ അഭിരാമിയോ എന്ന് ഭൂമി ഒരു നിമിഷം സംശയിച്ചു. എങ്കിലും അച്യുതന്റെയും അംബികയുടെയും മകളായ തന്റെ കഴുത്തിൽ ആ മാല എങ്ങനെ വന്നുവെന്നും ഈ രഹസ്യം അറിഞ്ഞതിനാലാണോ അച്ഛൻ കൊല്ലപ്പെട്ടതെന്നുമുള്ള 1000 ചോദ്യങ്ങൾ ഭൂമിജയുടെ മനസ്സിൽ ആ സമയം ഉയരുകയാണ്. അങ്ങനെ സത്യങ്ങളെല്ലാം അറിയുന്നതിനായി ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങിയ ഭൂമിയോട് സംഗീത കാര്യം തിരക്കിയപ്പോൾ സത്യങ്ങൾ അറിയാൻ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് അവൾ സ്കൂട്ടി എടുത്ത് തന്റെ പഴയ വാടക വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ തൊഴുതു നിന്ന അവളുടെ കാതുകളിൽ മകൾ സന്തോഷത്തിലാണോ എന്ന അച്ഛന്റെ സ്നേഹനിർഭരമായ ശബ്ദം മുഴങ്ങിക്കേട്ടു.
പിന്നീട് അലമാരയിൽ തിരഞ്ഞ ഭൂമിക്ക് അന്ന് അച്ഛന് ഊരി നൽകിയ ആ പഴയ മാല അടങ്ങിയ ബോക്സ് ഒടുവിൽ കയ്യിൽ കിട്ടി. ഇതിലെ ലോക്കറ്റിന്റെ പുറകിലും എസ് എന്ന ലെറ്റർ വ്യക്തമായി കണ്ടതോടെ രണ്ട് മാലകളും ഒന്ന് തന്നെയാണെന്ന് ഭൂമിജിക്ക് ഉറപ്പാവുകയാണ്. രണ്ട് മാലകളും കൈകളിൽ ചേർത്ത് പിടിച്ച് നോക്കിയപ്പോൾ അവളുടെ സംശയങ്ങളെല്ലാം വലിയൊരു പേടിയായി മാറുകയായിരുന്നു. എന്തായാലും വേണ്ടില്ല, അഭിരാമി ആരാണെന്നും ഈ മാല എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുമുള്ള സത്യങ്ങൾ തന്റെ അമ്മയ്ക്ക് അറിയാമായിരിക്കുമെന്ന് ഭൂമിജ സംശയിക്കുകയാണ്. അങ്ങനെ പിന്നെ കയ്യിൽ രണ്ട് മാലകളും ഭദ്രമായി വെച്ച് തന്റെ അമ്മ അംബികയെ ജയിലിൽ പോയി കാണാൻ അവൾ വേഗത്തിൽ ഒരുങ്ങി. അജയ് കഴുത്തിൽ കെട്ടിക്കൊടുത്ത മാലയടിഞ്ഞ് അച്ഛൻ സൂക്ഷിച്ചു വെച്ച രണ്ടാമത്തെ മാലയും കയ്യിലെടുത്ത് ഭൂമിജ നേരെ ജയിലിലേക്ക് പോയി. കമ്പികൾക്കപ്പുറത്ത് നിന്ന് അമ്മ അംബികയെ കണ്ടതും ഭൂമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അജയനോടൊപ്പമുള്ള സന്തോഷത്തെക്കുറിച്ച് അമ്മ ചോദിച്ചപ്പോൾ അമ്മയെ രക്ഷിക്കാനാണ് താൻ ഈ വേഷം കെട്ടിയതെന്നും സത്യം അറിയണമെന്നും ഭൂമി അവരോട് പറയുകയാണ്. തുടർന്ന് താൻ കൊണ്ടുവന്ന മാല ബാഗിൽ നിന്നെടുത്ത് അമ്മയ്ക്ക് നേരെ നീട്ടി അതിന്റെ യാഥാർത്ഥ്യം തിരക്കി. എന്നാൽ ആ മാല കണ്ടതും അംബികയുടെ മുഖത്ത് അത്ഭുതവും പഴയൊരു പേടിയും ഒരുപോലെ തെളിഞ്ഞു നിന്നു. എന്നാലും മകൾ അറിയേണ്ട സത്യമല്ലേ എന്ന് ആത്മകഥം ചെയ്തുകൊണ്ട് ഭൂമി തങ്ങളുടെ സ്വന്തം മകളല്ലെന്ന ഞെട്ടിക്കുന്ന സത്യം അംബിക ആ സമയത്ത് അങ്ങനെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 3 വയസ്സുള്ളപ്പോൾ ആരോ വകവരുത്താൻ ഏൽപ്പിച്ച കുഞ്ഞായ ഭൂമിയെ അച്ഛൻ അച്യുതൻ ഒരു തന്ത്രത്തിലൂടെ രക്ഷിച്ചെടുക്കുകയായിരുന്നു എന്നുള്ള സത്യം അംബിക തുറന്നു പറയുകയാണ് ഭൂമിജയോട്. അങ്ങനെ ഒരു കൊലപാതകയിൽ നിന്ന് അച്ഛൻ തന്നെ രക്ഷിച്ചെടുത്തതാണ് താനെന്ന സത്യം അറിഞ്ഞ് ഭൂമിയും ഞെട്ടിത്തെറിച്ചു പോയി. കുഞ്ഞിനെ വകവരുത്തിയെന്ന് വരുത്തി തീർത്ത് വീഡിയോ അയച്ചു കൊടുത്ത ശേഷം അവളുമായി അവർ ആ നാട് വിട്ട് പുതിയൊരു ജീവിതം തുടങ്ങുകയായിരുന്നു എന്ന് അംബിക ഭൂമിജിയോട് തുറന്നു പറയുന്നു. അന്ന് അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ഇതേ മാലയും കുഞ്ഞുടുപ്പും അച്യുതൻ ഇത്രയും കാലം ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരുന്നു. എന്നാൽ ഭൂമി മരിച്ചിട്ടില്ലെന്നും അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നും കൊല്ലാൻ ഏൽപ്പിച്ചയാൾ ഈ അടുത്ത കാലത്ത് തിരിച്ചറിഞ്ഞതാണ് അച്യുതനെ ഭയപ്പെടുത്തിയത്. അവരെ ഭയന്നിട്ടാണ് അച്യുതൻ ആ മാല അന്ന് ഭൂമിയുടെ കഴുത്തിൽ നിന്ന് അഴിച്ചെടുത്തതെന്നും അംബിക പറഞ്ഞു നിർത്തി. നിന്റെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന സത്യം അന്ന് ഫാദേഴ്സ് ഡേ ചടങ്ങിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ പറയാൻ അച്യുതൻ തീരുമാനിച്ചിരുന്നതായും അംബിക പറഞ്ഞു. സൗഭാഗ്യപുരത്തുള്ള എല്ലാവരെയും നിന്റെ അച്ഛനെയും അങ്ങോട്ട് ക്ഷണിച്ചിരുന്നെങ്കിലും അതിനു മുമ്പേ വിധി അയാളുടെ ജീവൻ എടുത്തുവെന്ന് പറഞ്ഞ് അംബിക പൊട്ടിക്കരഞ്ഞു. എല്ലാ സത്യങ്ങളും പറയാൻ നിൽക്കവേ അച്ഛനെ ഇല്ലാതാക്കി ആ കൊലയാളിയോട് ഭൂമിക്കും കടുത്ത ദേഷ്യമാണ് പിന്നീട് തോന്നുന്നത്. ഏതായാലും സമയം കഴിഞ്ഞതിനാൽ പോലീസുകാരൻ അംബികയെ തിരികെ കൊണ്ടുപോയപ്പോഴും ഭൂമി അങ്ങനെ തന്നെ തരിച്ചു നിൽക്കുകയാണ് അവിടെ, സത്യങ്ങളെല്ലാം അറിഞ്ഞ് ഞെട്ടലിൽ. സ്വന്തം മകൾ അല്ലാഞ്ഞിട്ടും ജീവന് തുല്യം സ്നേഹിച്ചു വളർത്തിയ അച്ഛനമ്മമാരുടെ ഓർമ്മയിൽ അവൾ വാടക വീട്ടിലെത്തി നെഞ്ചു പൊട്ടിക്കരഞ്ഞു. രക്തബന്ധമില്ലാതിരുന്നിട്ടും സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച അച്ഛനമ്മമാരെ കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. പക്ഷെ അമ്മ പറഞ്ഞതുപോലെയാണെങ്കിൽ തന്റെ യഥാർത്ഥ അച്ഛൻ സത്യദാസ് ആണോ എന്നും തന്നെ കൊല്ലാൻ അച്യുതന്റെ കയ്യിൽ ഏൽപ്പിച്ച ആൾ ആരാണെന്നും ഭൂമി പിന്നീട് ചിന്തിക്കാൻ തുടങ്ങി. സ്വന്തം വളർത്തച്ഛനെ കൊന്ന ആ യഥാർത്ഥ കൊലയാളി സൗഭാഗ്യപുരത്ത് തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ച ഭൂമിജ പിന്നീട് പ്രതികാരം വീട്ടാനുറച്ചാണ് അവിടെ നിന്നും ഇറങ്ങിയത്. തിരികെ എത്തിയ ഭൂമിയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ട് വിഷമത്തോടെ കാര്യം തിരക്കിയ സംഗീതയോട് ജയിലിൽ പോയി അമ്മയെ കണ്ട സങ്കടമാണ് അമ്മയെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. എന്നാൽ തന്റെ വളർത്തച്ഛനെ കൊന്നത് ആരാണെന്നും സ്വന്തം ജനനത്തിന് പിന്നിലെ സത്യവും കണ്ടെത്താനായി ആ വീട്ടിലെ ഓരോരുത്തരെയും നിരീക്ഷിക്കാൻ തന്നെ ഭൂമി ഉറച്ചു തീരുമാനിച്ചു. താൻ വെറും ഒരു ഭൂമിയല്ലെന്നും ആ കുടുംബം വർഷങ്ങളായി തിരയുന്ന അഭിരാമി താൻ തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം അവൾ തിരിച്ചറിഞ്ഞു. അംബികാമ്മ തനിക്കിട്ട പേരാണ് ഭൂമിജയെന്നും തന്റെ കാതിന് താഴെയുള്ള ആ കറുത്ത മറുക് തന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയുടെ തെളിവാണെന്നും അവൾക്ക് ബോധ്യപ്പെടുകയാണ്. ആ സത്യം മനസ്സിലായെങ്കിലും കയ്യിൽ കൃത്യമായ തെളിവുകളില്ലാതെ ആരോടുമൊന്നും തുറന്നു പറയാൻ കഴിയില്ലെന്ന് ഭൂമി തീരുമാനിക്കുകയാണ്. ഇനി ഈ ചതികൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ച ആ യഥാർത്ഥ വില്ലൻ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള പുറപ്പാടിലാണ് ഭൂമിജ. വീട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ആ ശത്രുക്കളെ കണ്ടെത്തി ഓരോ കരുക്കളും കൃത്യമായി നീക്കാൻ അവൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ സൗഭാഗ്യപരം തറവാടിനെ ഞെട്ടിച്ച വലിയ സത്യങ്ങളും എല്ലാത്തിനും പിന്നിൽ ഭവാനിയാണെന്ന് ഭൂമിജ തിരിച്ചറിയുന്ന ആവേശകരമായ മുഹൂർത്തങ്ങളുമായി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.